വളർത്തിയെടുക്കുന്നതിൽ ഗുരുവിന് പ്രധാന പങ്കുണ്ട്. ജനാധിപത്യവും മതനിരപേക്ഷവുമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വളർത്തി കൊണ്ടുവരുവാൻ ഗുരുവിന് കൂടി സാധ്യമാകുന്നതിൽ ഗുരുവിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് സാധിച്ചു. ഇവിടെ 1910 ചെറായി വിജ്ഞാനവർദ്ധിനി സഭ വക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവേളയിൽ നൽകിയ സന്ദേശത്തിൽ ഗുരു പറഞ്ഞു, വിദ്യാഭ്യാസം ചെയ്ത് അഭിവൃദ്ധിപ്പെടുക, ആൺ പെൺ ഭേദമന്യേ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുക. അന്നത്തെ കാലത്ത് ആ വാചകങ്ങൾക്ക് എല്ലാം വലിയ പ്രസക്തിയുണ്ട്. വിദ്യാഭ്യാസം എന്നത് സാധാ വിദ്യാഭ്യാസം മാത്രമാകരുത് എന്ന വീക്ഷണം കൂടി ഗുരു മുന്നോട്ട് വെച്ചു. അത് നൈപുണ്യ വികസനം കൂടി ആകേണ്ടതുണ്ട്. തൊഴിൽ കൂടി അഭ്യസിക്കണം. കാലത്തിൻ്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസത്തെ മാറ്റി തീർക്കണം. വിദ്യാഭ്യാസ കാലത്ത് തൊഴിൽ നേടുന്നതിലൂടെ യുവത്വത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുവാനാണ് ഗുരു ശ്രമിച്ചിട്ടുള്ളത്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകൂ എന്ന പ്രഖ്യാപനം കൂടി ഈ അവസരത്തിൽ നമുക്ക് ഓർത്തു വെക്കാം. ഈ നിലയിൽ ഒരു പുരോഗമന സമൂഹത്തെ എങ്ങനെ കെട്ടിപ്പടുക്കാമെന്ന് ശാസ്ത്രീയ അർത്ഥത്തിൽ ഗുരു നമുക്ക് വഴികാട്ടി തരുന്നുണ്ട്. ആ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാനാകണം. പുതുതലമുറ കൂടുതലായി ശ്രീനാരായണീയ ദർശനങ്ങൾ ഏറ്റെടുക്കണം. പുതുതലമുറയെ കൂടി ചേർത്ത് പിടിക്കുന്നതിന് ശിവഗിരി മഠം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്തുണയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ടൂറിസം വകുപ്പ് തയ്യാറാക്കുന്ന ശ്രീനാരായണ ഗുരു മൈക്രോസൈറ്റ് ആ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ചുവടുവെപ്പായി മാറും എന്ന് പ്രതീക്ഷിക്കുകയാണ്. മൈക്രോസൈറ്റിന് ശിവഗിരി മഠത്തിന്റെ കൂടി പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഇപ്പോൾ അധ്യക്ഷ പ്രസംഗം സനാതനധർമ്മത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ സംസാരിച്ചിട്ടില്ല. മുഹമ്മദ് റിയാസ് ഇന്നലെ മുഖ്യമന്ത്രി സംസാരിച്ച ശിവഗിരി തീർത്ഥാടന സമ്മേളന വേദിയിലാണ് ഇപ്പോൾ മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് സംസാരിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 48 മിനിറ്റ്. നമുക്കൊരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്കു ശേഷം ഉടൻ മടങ്ങിയെത്താം. ഷോർട്ട് ബ്രേക്ക്.